പൈനാപ്പിൾ കൊനൂർ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 2 മാസം പ്രായമുള്ള പൈനാപ്പിൾ കൊനൂർ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളെക്കുറിച്ചും എന്തൊഴിവാക്കണമെന്നും എത്ര അളവിൽ കൊടുക്കണമെന്നും വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ ഓരോ ഭക്ഷണവും എപ്പോൾ പരിചയപ്പെടുത്തണമെന്നും എങ്ങനെ സുരക്ഷിതമായി നൽകണമെന്നും നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ കുഞ്ഞിന് ഒരു പൂർണ്ണമായ സുരക്ഷിത ഭക്ഷണക്രമം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. 2 മാസം പ്രായമായ കൊനൂർ കുഞ്ഞുങ്ങൾ മിക്കവാറും ഇപ്പോഴും പൂർണ്ണമായും സ്വയം ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടില്ല. അതിനുള്ള സമയവുമായിട്ടില്ല. ഈ ഘട്ടത്തിൽ അവരുടെ പ്രധാന ഭക്ഷണം ഹാൻഡ് ഫീഡിംഗ് ഫോർമുല തന്നെയാണ്. ഇത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ശാരീരിക ശക്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാധാരണയായി ഒരു ദിവസത്തിൽ 2 മുതൽ 3 തവണ വരെ നമ്മൾ ഹാൻഡ് ഫീഡിംഗ് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇത് കുഞ്ഞിന്റെ വിശപ്പിനും വളർച്ചാ നിലയ്ക്കും അനുസരിച്ച് മാറിയേക്കാം. 2 മാസം പ്രായമുള്ള ഈ കൊനൂർ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡിംഗ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഭക്ഷണം കൊടുക്കരുത് കേട്ടോ. ഹാൻഡ് ഫീഡിംഗ് ഒരു 3 മാസം കൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് ചെറിയ കഷ്ണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫീഡിംഗ് കുറയ്ക്കാൻ താല്പര്യം കാണിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ ഹാൻഡ് ഫീഡിംഗ് ക്രമേണ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കലും പെട്ടെന്ന് ഹാൻഡ് ഫീഡിംഗ് നിർത്തരുത്. അങ്ങനെ ചെയ്താൽ കുഞ്ഞിന് വെയ്റ്റ് ലോസ്, ദഹന പ്രശ്നങ്ങൾ, ഡീഹൈഡ്രേഷൻ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഫീഡിംഗ് സമയത്ത് ഭക്ഷണം വളരെ ചൂടോ വളരെ തണുപ്പോ ആകരുത്. ഇപ്പോൾ കുഞ്ഞിന് പരിചയപ്പെടുത്താവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഘട്ടത്തിൽ എല്ലാം ഒരുമിച്ച് കൊടുക്കരുത് കേട്ടോ. ഓരോ പുതിയ ഭക്ഷണവും ഓരോ ദിവസം വേണം നമ്മൾ കൊടുക്കാനായിട്ട്. 2 മാസം പ്രായമുള്ള കൊനൂർ കുഞ്ഞിന് ആദ്യം നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് മില്ലറ്റ് ആണ് കേട്ടോ. ഇത് കൊനൂറുകൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. കൂടാതെ ദഹിക്കാൻ എളുപ്പവുമാണ്. ചെറിയ അളവിൽ മില്ലറ്റ് കയ്യിലെടുത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് നല്ല നിലവാരമുള്ള പെല്ലറ്റുകളാണ്. ആദ്യം ഇതല്പം വെള്ളത്തിൽ നനച്ച് മൃദുവാക്കി കൊടുക്കുന്നത് കുഞ്ഞിന് എളുപ്പത്തിൽ കഴിക്കാനായിട്ട് സഹായിക്കും. പെല്ലറ്റുകൾ ഭാവിയിൽ പ്രധാന ഭക്ഷണമായും മാറും. പിന്നെ പെല്ലറ്റുകൾ ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെ അവൈലബിൾ ആണ്. നമ്മുടെ ഓൺലൈനും ഒക്കെ മേടിക്കാൻ കിട്ടും. ഇതിൽ നമുക്ക് ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതെങ്കിലും മേടിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ അനുസരിച്ച് ഏത് പെല്ലറ്റ് മേടിച്ച് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ 2 മാസം പ്രായമുള്ള കൊനൂറുകൾക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാവുന്ന പഴവർഗ്ഗങ്ങളാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ആപ്പിളാണ്. ആപ്പിള് കൊനൂറിന് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. ആപ്പിളിൻ്റെ വിത്ത് പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം മാത്രം വേണം ആപ്പിൾ കൊടുക്കാനായിട്ട്. വിത്ത് വിഷമുള്ളതാണ്, അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ മാതളമാണ്. മാതളം ചെറിയ അളവിൽ മാത്രം കൊടുത്താൽ മതി, അധികം കൊടുക്കരുത്. മാതളം നല്ല മധുരം ഉള്ളതായതുകൊണ്ട് തീരെ ചെറിയ അളവിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പേരയ്ക്കയും കൊടുക്കാവുന്നതാണ്. പേരയ്ക്കയുടെ വിത്തുകൾ കുറച്ച് മാത്രമുള്ള ഭാഗം കൊടുക്കുക. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് പപ്പായയാണ്. പപ്പായ പൂർണ്ണമായും പഴുത്തത് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കൊനൂറിന് ദഹനത്തിന് നല്ലതാണ്. പിന്നെ നമുക്ക് ഏത്തപ്പഴം കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത ഭാഗങ്ങൾ കൊടുക്കുക. വളരെ ചെറിയ അളവിൽ കൊടുത്താൽ മതി. പഴവർഗ്ഗങ്ങൾ കൂടാതെ പച്ചക്കറികളിലും നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് കൊനൂറിന് ഈ ഒരു സമയം കൊടുക്കാവുന്നതാണ്. ഇതിലൊന്ന് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ അല്പം വേവിച്ച് അത് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ബ്രോക്കോളി സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതും പിന്നെ നമുക്ക് ഇലക്കറികൾ കൊടുക്കാം. നന്നായി കഴുകി ചെറിയ അളവിൽ മാത്രം കൊടുക്കുക. ഒരു ദിവസം എല്ലാം കൊടുക്കേണ്ടതില്ല. കുഞ്ഞിൻ്റെ ശരീരം ഓരോ ഭക്ഷണത്തോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഓരോ ഭക്ഷണവും കൊടുക്കേണ്ടത്. പിന്നെ പലരുടെയും ഒരു ഡൗട്ടാണ് ഈ ഒരു സമയത്ത് കടല കൊടുക്കാമോ എന്നുള്ളത്. കടല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, കടല രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് മൃദുവാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നന്നായി വേവിച്ച് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന കൊനൂർ കഴിക്കുന്നത് കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത കടല ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു കടല നമ്മൾ ദിവസവും കൊടുക്കേണ്ടതല്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം കൊടുക്കുന്നതാണ് സുരക്ഷിതം. ആദ്യമായി കൊടുക്കുമ്പോൾ കുഞ്ഞിന് വയറിളക്കം, അസ്വസ്ഥത, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിർത്തണം.
ഇത്രയൊക്കെയാണ് നമ്മൾ ഈ 2 മാസം പ്രായമുള്ള കൊനൂറിന് സുരക്ഷിതമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ. ഇനി ഈ ഒരു പ്രായത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായാലും കൊനൂറിന് കൊടുക്കാൻ പാടില്ലാത്ത കുറേ ഭക്ഷണങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്നത്. കൊനൂറിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് അവക്കാഡോ. അത് വിഷമുള്ളതാണ്. അത് ഒരിക്കലും കൊനൂറിന് കൊടുക്കാൻ പാടില്ല. പിന്നെ വരുന്നത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊനൂറിൻ്റെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കും. അത് അപകടമാണ്. പിന്നെ വരുന്നത് ഉള്ളിയാണ്. ഉള്ളി രക്തത്തിന് ഹാനികരമാണ്. പിന്നെ വരുന്നത് വെളുത്തുള്ളി കൊനൂറിന് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ചായയും കാപ്പിയും ഒട്ടും കൊടുക്കാനായിട്ട് പാടില്ല. കഫീൻ ഉള്ളതിനാൽ അപകടകരമാണ്. ഉപ്പ് കൂടുതലുള്ള ഭക്ഷണവും കൊടുക്കരുത്. അത് കിഡ്നിക്ക് ഹാനികരമാണ്. പിന്നെ വരുന്നത് പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഈ കൊനൂറിന് ഉണ്ടാക്കാം. ഇവയിൽ ഏതെങ്കിലും അബദ്ധത്തിൽ പോലും കൊടുത്താൽ ഉടൻ വെറ്റിനറിയെ സമീപിക്കണം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു 2 മാസം പ്രായമുള്ള കൊനൂർ കുഞ്ഞിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല തന്നെയാണ്. അതാണ് അവരുടെ വളർച്ചയുടെ അടിസ്ഥാനവും. ഫോർമുല കൂടാതെ നല്ല നിലവാരമുള്ള പെല്ലറ്റുകളും മില്ലറ്റും ഒക്കെ കൊടുക്കാം. ചെറിയ അളവിൽ പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. പച്ചക്കറികൾ എന്നിവ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പുതിയ ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ചെറിയ അളവിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൊടുക്കുമ്പോൾ 24 മണിക്കൂർ കുഞ്ഞിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാൽ ഒരിക്കലും പരീക്ഷണങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത്തരത്തിലുള്ള കൊനൂർ പരിചരണ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.